എല്ലാവർക്കും നമസ്കാരം. ഈ ലൂസിഡ് ഡ്രീം വഴി നമ്മുടെ മൈൻഡിനെ നമുക്ക് റീപ്രോഗ്രാം ചെയ്യാം. നമ്മുടെ ലൈഫിലെ ഡെസ്റ്റിനി എന്താണെന്നാണ് നമുക്കത് റീറൈറ്റ് ചെയ്തെടുക്കാം. ലോകം മുഴുവൻ ഉറങ്ങുന്ന സമയത്ത്, നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത്. ഇത് നമുക്കൊരു 10-day കോഴ്സായിട്ടാണ് ഞാനത് പഠിപ്പിച്ചെടുക്കുന്നത്. രാവിലെ 6:30 മുതൽ 7:30 വരെ. അപ്പോൾ ആ ഒരു ടൈമിലാണ്. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുക, അപ്പം ഇന്ന് നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ, ഉറങ്ങിയിട്ട് എഴുന്നേൽക്കുമ്പോൾ ആ ഉറക്കത്തിൻ്റെ കൂടെ നിങ്ങൾ പ്രോഗ്രാം ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ, അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് അപ്പം ഈ സ്ലീപ്പ് വഴി നിങ്ങൾക്ക് വരുത്താനായിട്ട് വരും? നിങ്ങൾ പാസീവാണ്, നിങ്ങൾ അധ്വാനിക്കേണ്ട കാര്യം തന്നെയില്ല. പക്ഷേ മോസ്റ്റ് പവർഫുൾ ലബോറട്ടറി ആയിട്ടാണ് നിങ്ങൾക്ക് ഈ നൈറ്റ് കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഉറങ്ങാനായിട്ട് തന്നെ നമ്മൾ കാത്തു നിൽക്കുന്നത്, കാരണം അവിടെ വെച്ച് നമുക്ക് ഒരുപാട് മാറ്റം വരുത്താനും എൻജോയ് ചെയ്യാനും ത്രില്ലടിക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. അതായത് ഈ സ്വപ്നം നമ്മൾ ആഗ്രഹിക്കുന്ന സ്വപ്നമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വളരെ രസകരമായൊരു കാര്യമാണിത്. അപ്പോൾ ഈ ഇത് ചെയ്യുന്നത് എൻ്റർ യുവർ ഡ്രീംസ് കോൺഷ്യസ്ലി, നമ്മൾ ബോധത്തോടു കൂടി തന്നെ നമ്മൾ സ്വപ്നത്തിൽ പ്രവേശിക്കുകയാണ്. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമ്മുടെ ഫിയേഴ്സൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം. സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന റൂട്ട് കോസുകൾ പലതും നമുക്ക് എടുത്ത് മാറ്റാനായിട്ട് പറ്റും. സക്സസ് റിഹേഴ്സ് ചെയ്യുക. ഇപ്പോൾ പ്രസംഗത്തെക്കുറിച്ച് പേടിയുള്ള ആളാണെങ്കിൽ ഒരുപാട് പ്രാവശ്യം പ്രസംഗിച്ച് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റേജിൽ കയറാം. അഭിനയത്തെക്കുറിച്ച് പേടിയുള്ള ആളാണെങ്കിൽ നമുക്ക് അഭിനയിച്ച് ഇപ്പോൾ ലൈഫിലെ പല പെർഫോമൻസിനെ കുറിച്ചും പേടിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അപ്പോൾ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഉറക്കത്തിൻ്റെ കൂടെ ചെയ്യാം. നമ്മളുടെ ഐഡൻറ്റിറ്റി തന്നെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പറ്റും, ബോഡി റെസ്റ്റ് ചെയ്യുന്ന കൂടെ തന്നെ, പൂർണ്ണ റെസ്റ്റിൽ തന്നെ. അപ്പോൾ ഇത് ജസ്റ്റ് ഇമാജിനേഷനിലല്ല, ഇത് വളരെ സ്ട്രക്ചർ ചെയ്ത സബ് കോൺഷ്യസ് കണ്ടീഷനിങ് ആണ്. നമ്മുടെ ഈ റം ലെവലിലുള്ള സ്ലീപ്പിനിടയ്ക്കാണ് നമ്മളിങ്ങനെ ഈ പ്രോഗ്രാമായിട്ടിത് ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതൊരു ഫാൻറ്റസിയും അല്ല, റിയലി നമുക്ക് ആ സ്വപ്നം സംഭവിക്കുകയാണ് നമുക്ക്. അപ്പോൾ ഈ ലൂസിഡ് ഡ്രീം വഴി നമുക്ക് മൈൻഡിനെ നല്ല വൃത്തിയായിട്ട് വെടിപ്പായിട്ട് പ്രോഗ്രാം ചെയ്യും. ഞാൻ ഈ ക്ലാസ്സുകളിൽ അത് ഞാൻ മൈൻഡ് മാസ്റ്ററുടെ ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇത് എടുക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് 8-10 ദിവസത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രയത്നം ആവശ്യമാണ്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ഒരു പ്രിസിഷൻ വരണം. 10 days എങ്കിലും മിനിമം. എന്നിട്ടും തീർന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം ഡേ എക്സ്റ്റെൻഡ് ചെയ്യും നമുക്ക്. അപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ പ്രോട്ടോക്കോളാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ സ്ലീപ്പ് നമ്മുടെ ഒരു സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് ആയിട്ട്. അപ്പോൾ നമ്മൾ എന്നാൽ പിന്നെ സ്വപ്നത്തെക്കുറിച്ച് നമ്മളൊന്നും പഠിക്കുകയും വേണ്ട. അപ്പോൾ നമ്മളെങ്ങനെയാണ് നമ്മുടെ ആ മൈൻഡിനെ നമുക്കത് ട്രെയിൻ ചെയ്തെടുക്കുന്നത്, അതാണ് ഞാൻ തരാൻ പോകുന്നത്. അപ്പോൾ നമുക്കവിടെ റിയാലിറ്റിയിൽ നിന്നും നമ്മൾ എസ്കേപ്പ് ചെയ്യുകയല്ല, നമ്മൾ കുറച്ചും കൂടി അപ്ഗ്രേഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ നമ്മൾ തുടങ്ങാനായിട്ട് പോകുന്നത് March 9th ആണ്. ഈ വരുന്ന March 9th നമ്മൾ തുടങ്ങാനായിട്ട് പോകുന്നത്. രാവിലെ 6:30 നമ്മൾ തുടങ്ങി. ഇപ്പോൾ നിങ്ങൾ അലാം വെച്ചിട്ടൊക്കെ നേരത്തെ എഴുന്നേറ്റിരിക്കാം. അപ്പോൾ GCCയിലുള്ളവർക്കാണെങ്കിൽ അവിടെ നമ്മുടെ ഇന്ത്യൻ ടൈമാണ് 6:30 മണി എന്ന് പറയുന്നത്. അപ്പോൾ UK ആൾക്കാർക്കാണെങ്കിൽ അതനുസരിച്ച് അവർക്ക് അലാം വെച്ച് മിഡ് നൈറ്റിലാണ് എടുത്ത് അവിടെ അനുഭവിച്ചിട്ട്, യൂറോപ്പിലുള്ളവർക്കാണെങ്കിൽ അനുഭവിച്ചിട്ട് അവർക്ക് അലാം ഇത് കഴിയുമ്പോൾ കിടന്നുറങ്ങാം. കാരണം അവിടെ ഈ ഉറക്കം കിട്ടാതിരുന്നതിൽ ഉറക്കം മുറിഞ്ഞു പോകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ഇത് കുറച്ചുകൂടെ കൂടുതൽ ഉറക്കത്തിലേക്ക് സഹായിക്കത്തേ ഉള്ളൂ. ഇത് ഞാൻ സൂമിലൂടെയാണ് പഠിപ്പിക്കുന്നത്. സൂമിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ അടുത്ത് ഒരുപാട് സെലിബ്രിറ്റീസും ലീഡേഴ്സും ഒക്കെ എൻ്റെ അടുത്ത് പറയാറുണ്ട്, ജഡ്ജസും ഒക്കെ ക്ലാസ്സിൽ വന്നാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേങ്കിൽ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് വരാനൊരു ഡെലിക്കസി. ഇതിനകത്തെന്ന് പറഞ്ഞാൽ നമ്മൾ നിങ്ങളുടെ പേര് തന്നെ എടുക്കണമെന്നില്ല. സൂം എടുക്കുമ്പോഴത്തേക്കും അനോണിമിറ്റി ഇവിടെ കീപ്പ് ചെയ്യാം. സ്ട്രിക്ട്ലി കോൺഫിഡൻഷ്യലാണ്. അപ്പോൾ ആളുടെ മുഖം കാണണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ മതി. അപ്പം വളരെ കൃത്യമായിട്ട് ചെയ്താൽ മതി. അപ്പം ഇത് നമുക്ക് ഒത്തിരി പേർക്ക്, ഒരുപാട് പേരെ അങ്ങനെ എടുക്കാൻ പറ്റില്ല. ആവശ്യമുള്ളവർ വളരെ നേരത്തെ തന്നെ പറഞ്ഞ് ഇത് ചെയ്യണം. ലൈഫ് ലൈനിൻ്റെ എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്ത ആൾക്കാർക്ക് ഇതിനകത്ത് പങ്കെടുക്കാം. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മാസ്റ്റർ ചെയ്യാൻ പോകുന്നത്, ആദ്യത്തെ ദിവസമൊക്കെ നമ്മൾ ഈ ലൂസിഡ് ഡ്രീമിൻ്റെ ഫൗണ്ടേഷൻ എന്താണ്, അതുപോലെ തന്നെ നമുക്ക് ഈ അതിനുള്ള ഒരു സ്ലീപ്പ് സൈക്കിൾ എന്താണ്, റെമ്മിൻ്റെ ഡൈനാമിക്സ് എന്താണ്, ഈ പവർഫുൾ ഡ്രീമിനെ നമ്മളെങ്ങനെ അതിൽ റീകോൾ ചെയ്യാനായിട്ട് പറ്റണം, ജേണൽ ചെയ്യാനായിട്ട് പറ്റണം, വന്ന കാര്യങ്ങൾ മുഴുവൻ ഇംപ്രഷൻസായി ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എങ്ങനെയാണ് നമുക്ക് ഡ്രീം ട്രിഗർ ചെയ്യാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഡേ ടൈം നമുക്ക് അവയർനെസ് ഉണ്ടാക്കി വെക്കാനായിട്ട് പറ്റണം. പിന്നെ അത് നമുക്ക് അതിലേക്ക് നമ്മൾ സ്വപ്നത്തിലേക്ക് പോകാനായിട്ട് ഇൻഡക്ഷൻ പ്രോട്ടോക്കോളുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നിമോണിക് ഇൻഡക്ഷൻ മെത്തേഡുണ്ട്. അപ്പോൾ അതിനുള്ള സിസ്റ്റം എങ്ങനെയാണ്, വേക്ക് ബാക്ക് ടു ബെഡ് ഓപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞ ഇതുണ്ട്. പിന്നെ ചിലപ്പോൾ നമുക്ക് ഹിപ്നോട്ടിക് ആയിട്ടുള്ള
ഒരു അവയർനെസ് തന്നെ ക്രിയേറ്റ് ചെയ്ത് അതിലൂടെ നമുക്ക് കയറാനായിട്ട് പറ്റും. പിന്നെ റിയാലിറ്റി കണ്ടീഷനിങ് ലൂപ്സ് എന്ന് പറഞ്ഞുണ്ട്. പിന്നെ ഒരു പ്രോസ്പെക്റ്റീവ് മെമ്മറി സ്ട്രെങ്തനിങ് നമ്മൾ, അതുപോലെ തന്നെ ഒരു ഡ്രീം സ്റ്റെബിലിറ്റി കമാൻഡ് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിന് കൊടുത്തിട്ട് അപ്പോൾ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ യു ആർ വെരി സേഫ്. അവിടെ വളരെ കാമായിട്ട് തന്നെ, വളരെ ലൂസ്ഡായിട്ട് തന്നെ, ഉറക്കത്തിൻ്റെ കഴിഞ്ഞ് കുറച്ചുകൂടെ കൂടുതൽ വിശ്രമം ഇതുകൂടെ കിട്ടും. അപ്പോൾ ഒരു സെൻസറി ഗ്രൗണ്ടിങ് നമ്മൾ ഡ്രീമിനകത്തോട്ട് വരുവാണ്. അപ്പോൾ ഒരു ഇമോഷണൽ റെഗുലേഷൻസ് നമുക്ക് പറ്റും. പിന്നെ നമുക്ക് അവിടെ എക്സ്പെക്റ്റേഷൻ നേരത്തെ നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ തന്നെയാണ് പോകേണ്ടത്. അപ്പോൾ സേഫ് എക്സ്പാൻഷൻ ഓഫ് പർട്ടിക്കുലർ ഡ്രീം നമുക്കത് ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ സബ് കോൺഷ്യസ് റീപ്രോഗ്രാമിങ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് പിന്നെ പാമ്പിനെ വല്ലാത്ത പേടിയാണ്, അതിൻ്റെ പടം കണ്ടാലും കൂടെ പേടിക്കുന്ന ആളാണെങ്കിൽ പോലും നമുക്ക് ഇതിനകത്ത് സ്വപ്നത്തിൽ ഇതിനെ നമ്മളെങ്ങനെയാണ് പിടിച്ചു നോക്കുക. അപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ നമ്മളിത് പിടിക്കാനായിട്ട് പഠിപ്പിക്കുന്നു. ഒരു ധൈര്യത്തിന് വേണ്ടി ഒത്തിരി പേരുടെ മുന്നേ നമ്മൾ സ്റ്റേജിൽ വിളിച്ച് നമ്മളെ കൊണ്ട് ഇത് പിടിപ്പിക്കുന്നു. അപ്പോൾ അതുമായിട്ട് ഫ്രണ്ട്ലി ആകുന്നു. ഇങ്ങനെയൊക്കെ നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെ ഫിയർ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് നമുക്ക് എക്സ്പോഷർ റിഹേഴ്സൽസ് നടത്തി. അപ്പം ചില ചെറുപ്പക്കാർക്കൊക്കെ ഉണ്ടല്ലോ, പിന്നെ പെൺകുട്ടികളോട് സംസാരിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയോട് ഡ്രീമിൽ ഒരുപാട് പ്രാവശ്യം സംസാരിക്കാം. അപ്പോൾ ഇത് വളരെ സീക്രട്ടാണ് താനും. പബ്ലിക് സ്പീക്കിങ്ങിനൊക്കെ അത് വളരെ ഇഫക്റ്റീവാണ്. നമുക്കൊരു വലിയ സ്റ്റിമുലേഷൻ ലാബാണ്. ലീഡർഷിപ്പിന് വളരെ നല്ലതാണ്. ഇപ്പോൾ നമ്മൾ ഏറ്റവും ഹയസ്റ്റ് പൊസിഷൻ ഇരിക്കുന്ന പോലെ നമ്മൾ കണ്ട് അത് എൻജോയ് ചെയ്ത് നമ്മുടെ ന്യൂറൽ പാത്വേ അത് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്ത് വരിക. ഇപ്പോൾ നെഗോസിയേഷൻസിലൊക്കെ ഉണ്ടാക്കുക, നെഗോസിയേഷൻ സിനാരിയോ. പിന്നെ നമുക്ക് ഒരു ക്രിയേറ്റിവിറ്റി എക്സ്പാൻഷൻ ചേംബർ, സിനിമയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് എക്സ്പാൻഡ് ചെയ്ത് പോകാനായിട്ട് പലപ്പോഴും നമുക്ക് സിനിമയിലാണ്. അപ്പോൾ എക്സാമ്പിളായിട്ട് പറയുന്നത് ഈ ടെർമിനേറ്റർ എന്ന് പറഞ്ഞ മൂവി ജെയിംസ് കാമറൂൺ സ്വപ്നത്തിൽ കണ്ടിട്ടാണ് അദ്ദേഹം അതിലോട്ട് മാറുന്നത്. നേരത്തെ അദ്ദേഹം അതിന് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് പറക്കുന്ന മീനുകളെ കൊണ്ടാണ്, അത് വന്ന് കൊല്ലുന്നതാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അതിൽ നിന്നാണ് ഇതിലേക്ക് അദ്ദേഹം മാറിയത്. പിന്നെ ഷാഡോ ഇൻ്റഗ്രേഷൻ ആൻഡ് ഇമോഷണൽ ഹീലിംഗ്, ഇമോഷണൽ ട്രോമ ഉള്ള ആൾക്കാർക്ക് ഇതിനകത്ത് വെച്ച് നമുക്ക് ഒരുപാട് ഹീൽ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് നൈറ്റ് മെയർസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്ത് പവറാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനെ നമുക്ക് ഒരു കാരണവശാലും ഇത് മിസ് ചെയ്യാനായിട്ട്, ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാരും ഇത് മിസ് ചെയ്യത്തില്ല. കാരണം നമ്മളെവിടെ ഇങ്ങനെ ട്രെയിനിങ് കൊടുക്കുന്ന അങ്ങനെ അധികം കണ്ടിട്ടില്ല. അപ്പോൾ ലൂസിഡ് ഡ്രീമിങ്ങിൻ്റെ ഒരു മൈൻഡ് പ്രോഗ്രാമിംഗ് ആണ്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 30+ ബെനിഫിറ്റ്സ് മിനിമം നമുക്ക് അതിനകത്തോടെ കിട്ടും കൺസൈസ് ആയിട്ട്. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ നിങ്ങൾ ഏത് പൊസിഷനിലിരിക്കുന്ന ആളാണെങ്കിലും ക്ലാസ്സിലുള്ളവർ അറിയുന്നില്ല, നമുക്കത് ഓൺ ചെയ്യേണ്ട കാര്യമില്ല. അങ്ങോട്ട് മാത്രം റിസീവ് ചെയ്താൽ മതി. പക്ഷേ നിങ്ങൾക്ക് ഇങ്ങോട്ട് റെസ്പോൺസ് വേണ്ടത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുക, ഞാൻ മറുപടി അപ്പോൾ തന്നെ തന്നുകൊണ്ടിരിക്കും. പിന്നെ 18 വയസ്സ് കഴിഞ്ഞവരെ മാത്രമേ ഇതിൽ ഞാൻ പങ്കെടുപ്പിക്കത്തുള്ളൂ. ഇനി പഠിക്കുന്ന കുട്ടികൾ വേണമെങ്കിൽ അപ്പോൾ അതുകൂടെ കയറിക്കോട്ടെന്ന് വിചാരിക്കരുത്. അപ്പോൾ നമുക്കൊരു കമ്പലിങ് ട്രാൻസ്ഫോർമേഷനാണ് അതിനകത്ത് നടക്കുന്നത്. ഒരു ലൂസിഡ് ഡ്രീം വഴി നമ്മുടെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു പേഴ്സണൽ ലബോറട്ടറി പോലെയാണ്. നമ്മൾ ഓരോ പ്രാവശ്യം ഇത് ചെയ്ത് ഫിയറൊക്കെ നമ്മൾ വൈപ്പ് ഔട്ട് ചെയ്ത് നമ്മുടെ മൈൻഡിനെ അപ്ഗ്രേഡ് ചെയ്ത് നമുക്ക് പോകാനായിട്ട് പറ്റും. അപ്പം തന്നെയല്ല നമുക്ക് വളരെ ഡീപ്പായിട്ട് സ്ലീപ്പ് ആകാനായിട്ടും, അപ്പോൾ അതുപോലെ തന്നെ സ്ലീപ്പിന് ശേഷം വളരെ എനർജൈസ് വരാനായിട്ട്, സ്ലീപ്പ് ആപ്നിയ പോലുള്ള പ്രശ്നങ്ങളുള്ള ഒരുപാട് കൂർക്കമ്പലിയുള്ള ആൾക്കാർക്ക് അവർക്കൊക്കെ ഇത് പ്രയോജനപ്പെടാം. അതുപോലെ തന്നെ ഇതിന് ശേഷം വളരെ ഒരു കാം നൈറ്റോട് കൂടി നമ്മൾ തിരിച്ചു വരുന്ന നല്ല ഹെൽത്തിലേക്ക്, ഈവൻ ഒരു അഡ്വാൻസ് ലെവലിലുള്ള ക്യാൻസർ ഉള്ള ഒരാൾ മരുന്നെടുക്കാനുള്ളതെല്ലാം എടുക്കണം, കീമോതെറാപ്പി വേണം, എല്ലാം ചെയ്യണം, സർജറി വേണ്ടതെല്ലാം ചെയ്യണം. പക്ഷേ എലോങ് വിത്ത് ദാറ്റ് മെഡിസിൻ നമുക്ക് ഇത് കൂടെ നമുക്ക് മൈൻഡിൻ്റെ എലമെൻറ്റ് ഹീൽ ചെയ്യാനായിട്ട് ഒരുപാട് സഹായിക്കാം. അപ്പം ഇത് മെഡിക്കൽ ഡോക്ടേഴ്സിന് വളരെ നല്ലതാണ്, അവരുടെ പേഷ്യൻസിന് ഉപയോഗിക്കാം, തെറാപ്പിസ്റ്റുകൾക്ക് അത് ഉപയോഗിക്കാം. ഇത് പഠിച്ചിട്ട് പല ആൾക്കാർക്കും ഇത് പ്രാക്ടീസിന് ചെയ്യാം. അപ്പം ഇത് നമുക്ക് BP കൺട്രോൾ ചെയ്യാനായിട്ട്, നമ്മുടെ അസിഡിറ്റി കുറയ്ക്കാനായിട്ട്, പിന്നെ നമ്മുടെ ഉറക്കമില്ലായ്മ മാറ്റാനായിട്ട്, വല്ലാത്ത ക്ഷീണം മാറ്റാനായിട്ട്, പലതിനകത്ത് ഓവർ തിങ്കിങ് വന്നിട്ടുള്ള നമ്മുടെ കഴിവൊക്കെ ഡ്രെയിൻ ചെയ്ത് പോകുന്ന, അതുപോലെ ലോങ് ടൈം ഒരു ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ ബാലൻസ് നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് പലതും റിഹേഴ്സ് ചെയ്തിട്ട്, ഇപ്പോൾ കോടതിയിൽ വാദിക്കുന്നതോ ഒക്കെ നമുക്ക് റിഹേഴ്സ് ചെയ്യാം. എന്നിട്ട് അത് നാച്ചുറലായിട്ട് നമുക്ക് ചെയ്തുകൊണ്ട് അപ്പോൾ ഒരു സെൽഫ് വർത്ത് അതിനകത്ത് നമുക്ക്, അപ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഈ ഡ്രീം ലൂസിഡ് ഡ്രീമിങ്ങിനെ കുറിച്ച് ഒരുപാട് യൂട്യൂബ് വീഡിയോസ് നിങ്ങൾക്ക് അല്ലാതെ തന്നെ കിട്ടും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പഠിക്കാം. പ്രാക്ടിക്കൽ സൈഡാണ് ഞാൻ തരുന്നത്. ഇപ്പോൾ ഇത് നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ മാത്രം. എൻ്റെ കോഴ്സ് ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ടല്ലോ,
അപ്പോൾ അവർക്കൊരു ഇൻഫർമേഷനാണ്. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇതിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് അയച്ച് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് വെക്കാം. കണക്ട് ചെയ്ത് വെച്ച് ഉറപ്പ് വരുത്താം. അപ്പോൾ അങ്ങനെ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അത് ഉപയോഗിക്കും. ഞാനത് 10 ദിവസം കൊണ്ട് പഠിപ്പിച്ചെടുക്കാനായിട്ട് ഇപ്പം 10 ദിവസം കൊണ്ട് തീർന്നില്ല, ചിലപ്പോൾ 2 ദിവസമോ 5 ദിവസത്തെ ചിലപ്പോൾ എക്സ്പാൻഡ് ചെയ്യാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് പല കാര്യങ്ങളും പെർഫോമൻസ്, ബോഡിലി പബ്ലിസിറ്റി, മാരേജൊക്കെ നമുക്ക് ഇതിനകത്ത് ഒരുപാട് പ്രാവശ്യം റിഹേഴ്സൽ ചെയ്യാം. ഡേഞ്ചേഴ്സ് ആയിട്ടുള്ള പല കാര്യങ്ങളും, ലൈഫ് ട്രാൻസിഷൻ നമുക്ക് പ്ലാൻ ചെയ്യാം. അതുപോലെ നമുക്ക് അൺസർട്ടനിറ്റി ആയിട്ടുള്ള വളരെ പ്രഷർ മൊമെൻറ്റ്സ് ഉള്ളത്, ഇമോഷണൽ പെയിൻസ് ഉള്ളത്, അപ്പോൾ പബ്ലിക് എക്സ്പോഷർ വരുമ്പോൾ നമ്മൾ നേരിടാനായിട്ടുള്ള നെഗറ്റീവ് തോട്ട്സ്, ലൂപ്സ് ഉണ്ട്, അതിൻ്റെ റൂട്ട് എടുത്ത് കളയാനായിട്ട്, മെമ്മറി ഷാർപ്പൺ ചെയ്യാനായിട്ട്, അതുപോലെ നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിന് വളരെ ക്ലാരിറ്റി ഉണ്ടാകാനായിട്ട്, അതുപോലെ നമ്മൾ ബേൺഡ് ഔട്ട് ആയിട്ടുള്ള ഫീലിംഗ് എടുത്ത് മാറ്റാനായിട്ട്, മെൻ്റൽ സ്ട്രെങ്ത് ഒരുപാട് കൂട്ടാനായിട്ട്. നിങ്ങളിപ്പോൾ ഒരു ഡിവോഴ്സൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ, ഒരു കരിയർ സെറ്റ് ബാക്കൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ ആ സിറ്റുവേഷൻ നേരിടാനായിട്ടുള്ളൊരു റിഹേഴ്സൽ നിങ്ങൾക്ക് ഫാമിലി കോർട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, ആൻഡ് അൺഹെൽത്തി റിലേഷൻഷിപ്പിനകത്തോടെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, അതിനെ നേരിടാനുള്ള കഴിവാണ് നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കോൺവെർസേഷൻസൊക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ട്, ഈവൻ ഇംഗ്ലീഷ് സ്പീക്കിംഗ് എൻ്റെ സിനാരിയോ, യു ക്യാൻ ബി ഇൻ എ ഫോറിൻ കൺട്രി, മേ ബി ഇൻ ദ US or UK, യു ആർ സ്പീക്കിംഗ് ലോട്ട് ഓഫ് പീപ്പിൾ. അപ്പോൾ അതൊക്കെ നമുക്ക് കണ്ടുകൊണ്ട് വേണമെങ്കിൽ അപ്പോൾ അതിനൊക്കെ നമുക്ക് യു ക്യാൻ ഗെയിൻ ക്ലാരിറ്റി. മാരേജ്, റിലേഷൻഷിപ്പ്, മേജർ കമ്മിറ്റ്മെൻറ്റ് നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് റിലേഷൻഷിപ്പ് കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട്, ഇൽനെസ്സിൽ നിന്ന് റിക്കവർ ചെയ്യാനായിട്ട്, പിന്നെ അതുപോലെ തന്നെ സ്ലീപ്പ് ക്വാളിറ്റി നാച്ചുറലി കൂട്ടാനായിട്ട്, അപ്പോൾ ഇമോഷണൽ ഇമ്മ്യൂണിറ്റി വരുത്താനായിട്ട്, ക്രിറ്റിസിസത്തിനെതിരെയൊക്കെ നമ്മൾ വളരെ ശക്തമായിട്ട് വരാനായിട്ട്, കമ്പോസ്ഡ് ആയിട്ട് എപ്പോഴും നമുക്ക് നടക്കാനായിട്ട്, അൺസർട്ടനിറ്റിയെ ഫേസ് ചെയ്യാനായിട്ട്, പിന്നെ നമ്മൾ മറ്റുള്ളവർ കയറി കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കൗണ്ടർ കൺട്രോൾ ചെയ്യാനായിട്ട്, റെസീലിയൻസ് പഴയ അവസ്ഥയിലേക്ക് ഒരു തകർച്ചയ്ക്ക് ശേഷം. അപ്പോൾ ഡീപ്പ് ഇന്നർ കാം എടുക്കാനായിട്ട് ഒരു ഇന്നർ എഞ്ചിനീയറിംഗ് ആണ് ശരിക്കും ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു അഡ്വാൻസ്ഡ് മൈൻഡ് പ്രോഗ്രാമിംഗ് ടൂൾസാണ് ഇതിനകത്ത്. നമുക്ക് അതിനകത്ത് തന്നെ ഓട്ടോ സജഷൻ, കോഡിംഗ് ഫ്രെയിം വർക്കുണ്ട്, പിന്നെ ഐഡൻറ്റിറ്റി ഫ്രെയിമിംഗ് ആർക്കിടെക്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് സെൻസറി എംബഡഡ് വിഷ്വലൈസേഷൻ ഉണ്ട്, ഇമോഷണൽ ആങ്കറിങ് സിസ്റ്റം ഉണ്ട്, നമുക്ക് ഭയം വരുന്ന സമയത്ത് പെട്ടെന്ന് ധൈര്യം നമുക്ക് എടുത്തു വെക്കാനായിട്ട് പറ്റും, സെൽഫ് ഹിപ്നോസിസ് ഇൻഡക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് സബ് കോൺഷ്യസ് സിംബൽ ഇൻസ്റ്റലേഷൻ ഉണ്ട്. ഒരു സ്വിച്ചുമായിട്ട് നടക്കുക, എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് സ്വിച്ച് ഓൺ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഫ്യൂച്ചർ മെമ്മറി എൻകോഡിങ് നമുക്ക് ചില കാര്യത്തിന് വേണ്ടിയിട്ട്, ചില ഡിറ്റാച്ച്മെൻറ്റ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ പോസ്റ്റ് ഡ്രീം റീഇൻഫോഴ്സ്മെൻറ്റ് ഇൻറ്റഗ്രേഷനൊക്കെ വളരെ നന്നായിട്ട് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊരു 60 മിനിറ്റ്സിൻ്റെ ഒരു സ്ട്രക്ചറായിട്ടാണ്. അപ്പോൾ ആദ്യം നമ്മൾ തുടങ്ങുന്നത് പിന്നെ ഇപ്പോൾ ടൈമിന് മുമ്പ് കയറണം, 2 മിനിറ്റെങ്കിലും മുമ്പ് കയറണം, ലൂസിഡ് ഡ്രീം കണ്ടീഷനിങ്. അപ്പോൾ അതൊരു മെഡിറ്റേഷനിലൂടെയാണ് ഞാൻ നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ചെയ്യുന്നത്. കാരണം നിങ്ങളെ വിട്ട് ഒരിക്കലും അത് പോകാൻ പാടില്ല. എന്നിട്ട് ഞാൻ റീപ്രോഗ്രാമിങ് ചെയ്യിച്ചതിന് ശേഷം സയൻറ്റിഫിക് ഇൻസൈറ്റ്, ഇതിനെക്കുറിച്ചുള്ള സ്റ്റഡി, റീസെർച്ചസൊക്കെ, അപ്പോൾ അപ്ലൈഡ് സ്ട്രാറ്റജീസ് നമുക്ക് എടുക്കാം. അപ്പം നിങ്ങൾ ഔദ്യോഗിക സ്ഥാനത്തൊക്കെ ഇരിക്കുന്നതാണ്, നിങ്ങളുടെ സ്ഥാനങ്ങളൊന്നും ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം നമുക്ക് ജസ്റ്റ് വി നീഡ് ടു ഹാവ് എ നെയിം, ദാറ്റ്സ് ഓൾ. അവിടെ ഡെയിലി ഇംപ്ലിമെൻറ്റേഷനാണ്. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച് കഴിഞ്ഞാൽ അന്ന് രാത്രി തന്നെ അത് നിങ്ങൾ ഡ്രീമിൽ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് നെക്സ്റ്റ് ഡേ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബ്ലൂ പ്രിൻ്റ്. അപ്പോൾ നമുക്കത് ഒരു ന്യൂറൽ മൊമെൻറ്റം, ന്യൂറൽ പാത്വേ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഓരോ രാത്രിയും കഴിയുമ്പോഴത്തേക്ക് ഈ കഴിവ് ഇതിങ്ങനെ വർദ്ധിച്ച് വരുമായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ആർക്കൊക്കെയാണ് ചെയ്യാവുന്നത്? പ്രധാനമായിട്ട് നമുക്ക് ബിസിനസ് ലീഡേഴ്സിന് വളരെ നല്ലതാണ്, വിഷണറി ആന്ത്രപ്രനേഴ്സിന് വളരെ നല്ലതാണ്, ലോയേഴ്സിന്, ജഡ്ജസിന്, ലീഗൽ പ്രൊഫഷണൽസിന്, മെഡിക്കൽ ഡോക്ടേഴ്സിന്, ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന്, കോച്ചസിന്, സൈക്കോളജിസ്റ്റിന്, തെറാപ്പിസ്റ്റുകൾക്ക്, സീനിയർ സിറ്റിസൻസ്, അപ്പോൾ സോഷ്യൽ ചേഞ്ച് ലീഡേഴ്സിന്, പബ്ലിക് സ്പീക്കേഴ്സിന്, ഇൻഫ്ലുവൻസേഴ്സിന്, യൂട്യൂബേഴ്സിന്, ക്രിയേറ്റീവ് പ്രൊഫഷണൽസിന്, പെർഫോമിംഗ് ആർട്ടിസ്റ്റുകൾ, സിനിമ ഉൾപ്പെടെയുള്ള, മൈൻഡ് ട്രെയിനേഴ്സ്, പീക്ക് പെർഫോമൻസ് മെൻറ്റേഴ്സിന്, VIPs ആൻഡ് സെലിബ്രിറ്റീസ്, അവരുടെ അബ്സല്യൂട്ട് കോൺഫിഡൻഷ്യാലിറ്റി. കാരണം അതിനകത്തിരിക്കുന്ന ആൾക്കാർക്ക് അവരെക്കുറിച്ചൊന്നും അറിയാനായിട്ടുള്ള സാഹചര്യം അവിടെ കൊടുക്കുന്നില്ല. നേരിൽ ഞാനുമായിട്ടും കാണാനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ല. ഇനി ഇൻഡിവിജ്വൽസ് പ്രിപ്പയറിങ് ഫോർ മാരേജ്, അവർക്ക് വളരെ ഐഡിയൽ ആയിരിക്കും ഇത്. പിന്നെ ചിലപ്പോൾ ഒരു ഡിവോഴ്സ് കഴിഞ്ഞ് നിൽക്കുന്നവർ, അവർ ആപ്റ്റായിട്ടുള്ള ഒരു സോൾമേറ്റിനെ, മീനിങ് ഫുൾ ലൈഫ് പാർട്ട്ണറെ കണ്ടെത്തി ഒരു സോൾമേറ്റിനെ കണ്ടെത്താനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇത് വളരെ ഐഡിയലായിരിക്കും. പിന്നെ ഈ കമ്മിറ്റഡ് പ്രാക്ടീഷണേഴ്സ് ഓഫ് സബ് കോൺഷ്യസ് മാസ്റ്ററി ചെയ്യുന്ന എല്ലാവർക്കും. അപ്പം ഇത് ഹെൽത്തിൻ്റെ മേഖലയിൽ മറ്റ് മെഡിസിനൊക്കെ എടുക്കുന്ന കൂടെ, മെഡിസിനൊന്നും ഇവിടെ തരുന്നില്ല, പക്ഷേ അതിൻ്റെ കൂടെ തന്നെ അപ്പോൾ
ഇതിനൊരു താല്പര്യമുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഇന്നർ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞു 18 വയസ്സ് കഴിഞ്ഞവർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു വളരെ എത്തിക്കലാണിത്, വളരെ സേഫ് ഫ്രെയിം വർക്കിലാണ്. പിന്നെ അല്ലാതെ ഈ പറഞ്ഞ ഞാൻ ഡ്രീമിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് പോണോഗ്രാഫി കാണാനുള്ള സാഹചര്യമൊന്നും അങ്ങനത്തെ ഒന്നുമില്ല. വളരെ എത്തിക്കലി ആയിരിക്കും. സ്ലീപ്പ് ഹൈജീനാണ്, സൈക്കോളജിക്കൽ സേഫ്റ്റിയാണ്, ഇമോഷണൽ ബാലൻസ്, ഗ്രാജുവൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വിജയിക്കാനായിട്ട് ഇത് സഹായിക്കും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ വളരെ റെസ്പോൺസിബിളായിട്ട് റിയൽ വേൾഡ് സിറ്റുവേഷൻസിൽ, അതുപോലെ നമുക്ക് ഈ ലൂസിഡ് ഡ്രീമിൻ്റെ അവയർനെസ് ഓരോ ദിവസവും സ്ട്രെങ്തൻ ചെയ്ത് കോമ്പൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ നിങ്ങളെപ്പോൾ ഉറങ്ങിയാലും നിങ്ങളുടെ മൈൻഡ് ഉറങ്ങുന്നില്ല. അപ്പോൾ അതിൽ കൂടെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നൊരു നല്ല ടുമാറോ, അപ്പോൾ ഈ 10 ദിവസം കൊണ്ട് നമുക്ക് തീർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ 12-15 ദിവസം കൊണ്ടാണെങ്കിലും ശരി, അത് നിങ്ങളുടെ ഒരു രാവിലത്തെ ഒരു റൊട്ടീൻ്റെ ഭാഗമാകും. ഇതോടുകൂടി നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ ഒരു ചേഞ്ചസ്, ഒരു 10-30 മേഖലയിൽ ലൈഫിൽ ചേഞ്ച് വന്നിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ചെയ്യേണ്ട കാര്യം, ഇത് തീരുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് ഈ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് അയച്ച് നിങ്ങളുടെ സീറ്റ് ഉറപ്പ് വരുത്തി കയറാനുള്ള സംഭവങ്ങൾ. അപ്പോൾ ഒരു 3 ദിവസത്തേക്കൊക്കെ ഈ ഇടയ്ക്ക് ഒരു ദിവസം മിസ്സിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റത്തില്ല. വരുന്ന ആൾക്കാർ 10 ദിവസവും ഈ സമയം കൃത്യമായിട്ട് അതിനകത്ത് വേണം. വരുന്നില്ലെങ്കിൽ അടുത്ത ദിവസം നമുക്ക് കയറാനായിട്ട് പറ്റത്തില്ലാത്ത അവസ്ഥ വരും. അപ്പം എന്തായാലും ഇതൊരു നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ പരീക്ഷണമായി മാറട്ടെ. ഞാനും വളരെ ഉത്സാഹത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഒരുപാട് കാലമായിട്ട് ഞാനുമായിട്ട് ബന്ധമില്ലാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരൊക്കെ ആയിട്ടൊന്ന് ഇൻട്രാക്ട് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. അപ്പോൾ യു ക്യാൻ എക്സ്പെക്ട് ഫോർ 10 days. സം ടൈംസ് ഇതൊരു വി മേ ഗോ ഫോർ 15 days. എന്തായാലും ഒരു വലിയ മാറ്റം ഇതോടുകൂടി ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. ലൂസിഡ് ഡ്രീംസ്.